ഉൾപ്പെടെയെന്ന് വണ്ടികളുടെ വിലയും കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് വളരെയധികം നീട്ടാതെ നമുക്ക് പെട്ടെന്ന് തന്നെ നിർത്താം. അപ്പോൾ സാറിന് അടുത്ത ഏത് വണ്ടിയാണ് നിൻ്റെ? ഈ രണ്ട് വണ്ടികൾ ഞങ്ങൾ ഒരു ദിവസം എടുത്തതാണ്. ഈ വണ്ടി 89 മോഡൽ വണ്ടിയാണ്. ഫുള്ള് A to Z റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. അതിൻ്റെ വീഡിയോ എൻ്റെ ഉണ്ട്. ഫുള്ള് സാധനങ്ങൾ പ്ലേറ്റ് ചെയ്ത് പക്കയൊക്കെ പണിഞ്ഞ് വെച്ചേക്കുന്ന വണ്ടിയാണ്. 89 അതിപ്പോൾ എടുത്ത് ഇത് ഞങ്ങളെടുത്ത ഷൊർണൂർ അപ്പുറത്ത് വല്ലപ്പോഴും അവിടെ പോയി എടുത്തത്. പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഈ വണ്ടി രാത്രി എടുക്കുന്നത്. ഇത് 10:30 മണിക്കാണ് രാത്രി എടുക്കുന്നത്. ഇത് ഈസാണ്, സ്റ്റോക്ക് കണ്ടീഷനാണ്. അല്ല, രാത്രി 10:30 മണിക്ക് എടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഡിസ്കൗണ്ടോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? ഇല്ല, 5 ദിവസം കുറച്ച് തന്നില്ല. പുള്ളി ചിലപ്പോൾ വീഡിയോ കാണും. പുള്ളി വാശിപ്പുറത്ത്. പക്ഷേ പുള്ളി നല്ലൊരു ഇതായിരുന്നു. എന്താ പറയുക, വണ്ടിയെക്കുറിച്ച് അറിയാവുന്നൊരു മനുഷ്യനാണ്. പുള്ളിക്ക് അറിയാം പിന്നെ നിനക്ക് അത്യാവശ്യം ലാഭത്തിൽ ഇത് വിൽക്കാൻ പറ്റുമെന്ന്. അങ്ങനല്ല, ഈ വണ്ടിയുടെ വില പുള്ളിക്ക് അറിയാമായിരുന്നു. എനിക്ക് തേക്കാൻ പറ്റിയില്ല. കടുംപിടുത്തം പിടിച്ചു. അങ്ങനല്ല, നമ്മൾ വണ്ടി എടുക്കുമ്പോൾ വില കുറച്ച് കിട്ടണ്ടേ, അത് വിൽക്കണ്ടേ. ഇതൊക്കെ നമ്മുടെ ഒരു സുഹൃത്തായതുകൊണ്ട് ഞാൻ ഇങ്ങനെ തമാശയൊക്കെ പറയുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ഒരു കാര്യം പറഞ്ഞോട്ടെ സാർ, ഇടയ്ക്ക് കുറച്ചൊരു കമ്പനി ഇട്ടതാ. ഞാൻ ഈ സാറേ സാറെന്ന് വിളിക്കുന്നത് ബഹുമാനം കൊണ്ടല്ല. നമ്മൾ അളിയെന്ന് വിളിക്കുന്ന തുല്യമാണ് സാറേ സാറേ. ഞങ്ങൾ കൂട്ടുകാർ അങ്ങനെ വിളിക്കുന്നത്. പഞ്ചായത്ത് എല്ലാവരും എടാ മോനെന്ന് വിളിക്കുന്നത്, അത്രേ ഉള്ളൂ. ഒരുത്തൻ ചോദിച്ച് ഒരുത്തൻ സാറേ സാറേ എന്ന് വേർത്തെ എടാ മോനെന്ന് ഒരു ബന്ധവും ഇല്ലെന്ന്. ഇങ്ങനെയുള്ളത് നമ്മൾ എന്താ പറയാനാ? പറയാനില്ല, അത് വിട്ടുതരാം. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, അതാണ് നമ്മുടെ വിജയം. അപ്പൊ നമ്മുടെ വണ്ടിയുടെ വിലയും കാര്യങ്ങളൊക്കെ. ഇത് 2002 സെക്കൻഡ് ഓണർ വണ്ടിയാണ്. വണ്ടി സ്റ്റോക്ക് കണ്ടീഷനാണ്. മറ്റേ നമ്മൾ അന്ന് കൊടുത്തുകൊണ്ടിരുന്നത് ക്യാറ്റ് സൈലൻസർ ഉണ്ട്, ബാക്കി എല്ലാം ഒറിജിനൽ, ഒരു സാധനവും മാറിയിട്ടില്ല. സെക്കൻഡ് ഓണർ വണ്ടി, മീറ്റർ ഉൾപ്പെടെ വർക്കിംഗ് ആണ്. ഇത് ഞാൻ സ്റ്റാർട്ടാക്കി തരാം സാറെന്ന് വെച്ചാൽ. ഒന്ന് സരിനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരും. എല്ലാ വണ്ടിയും സ്റ്റാർട്ട് ചെയ്തൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താ വെറുതെ സമയം കളയാനാണോ? എന്നല്ല, നിങ്ങൾ പെർഫെക്റ്റായിട്ട് അതിൻ്റെ കണ്ടീഷനും സൗണ്ടും ഒക്കെ കേൾക്കുമ്പോൾ ഒരുവിധം യമഹ ലവേഴ്സിനൊക്കെ അറിയാൻ പറ്റും. വണ്ടിയുടെ സൗണ്ടിലും ചലനത്തിലും തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വണ്ടിപ്രാന്തന്മാരുണ്ട്. സരിനെ എന്താ സ്റ്റാർട്ടാവാത്ത? വെള്ളം ഒഴിച്ചുകൊണ്ടല്ലേ? കുറേ നേരമായി സ്റ്റാർട്ടാവാതിരുന്നു. കുറേ സമയം സ്റ്റാർട്ട് ചെയ്യാതെ വെച്ചിരിക്കുന്നതല്ലേ, അതുകൊണ്ടാണ്. ഇത് എല്ലാ ദിവസവും ഒന്നും എടുത്ത് സ്റ്റാർട്ട് ചെയ്യത്തില്ലേ? അത് സാരമില്ല, നീ സ്റ്റാർട്ട് ചെയ്ത് ധൈര്യമായിട്ട് എടുക്കുക. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ക്ഷമയുള്ളവരാ. ഓക്കെ, ഇത് സൈലൻസർ സ്റ്റോക്ക് സൈലൻസർ തന്നെയാണോ? കാറ്റ് കയറ്റിയതല്ലേ? കമ്പനി വരുന്നത്. സൗണ്ട് ഇത് ഈ സൗണ്ടേ വരത്തുള്ളൂ. നമ്മൾ അന്ന് കൊടുത്തില്ല 135, അത് സെയിം അല്ലേ? ഇതും ഒരു വികാരമാണ്. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ ആ ഒരു എഞ്ചിൻ്റെ ആ ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഇത് പിന്നെ ഒരു സ്റ്റാൻഡേർഡ് സൗണ്ടാണ്. നമ്മുടെ ആ ഒരു ത്രസിപ്പിക്കുന്ന ആ ഒരു ഹരവും സൗണ്ടും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇത് സരിനെ ഓഫ് ചെയ്തോ, നിൻ്റെ വണ്ടി സ്റ്റാർട്ടാവും. നിൻ്റെ വണ്ടി എല്ലാം കണ്ടീഷനാണ്, ഞങ്ങൾ വിശ്വസിച്ച്. അതെ, പിന്നെ വേണമെങ്കിൽ ഓടിച്ചു നോക്കി. വേണ്ട ഓടിക്കണ്ട. എല്ലാ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്നെ അവരുടെ അടുത്ത് ഈ വണ്ടി പറന്നു കഴിക്കും. നല്ല വണ്ടിയല്ലേ? ഓക്കെ, കുഴപ്പമില്ല. നല്ല വണ്ടിയല്ലേ? അപ്പോൾ ഇതെങ്ങനെ? അപ്പോൾ നമ്മുടെ ഈസ് എന്ന് പറഞ്ഞാൽ അതോടെ പറഞ്ഞാൽ ഈസ് എന്ന് പറഞ്ഞാൽ യമഹ എനർജി ഇൻഡക്ഷൻ സിസ്റ്റം എന്നാണ്. ഈ കൊടുത്ത സാധനമാണ് ഈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈസ് വരുന്നത്. ഇതാണ് ഒറിജിനൽ 135. എല്ലാ ആൾക്കാരും 135 എന്ന് പറഞ്ഞാൽ RX ജിക്കും ടൈഗറിനും ഒക്കെയാണ്. 99 തൊട്ട് 2005 വരെ ഈസ് ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ഒറിജിനൽ 130. അല്ല, ഈസ് അല്ല, നമ്മുടെ 135. അല്ല, 2002 തൊട്ട് 5 വരെ ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് ഈസ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ? യമഹ എനർജി ഇൻഡക്ഷൻ സിസ്റ്റം അല്ലേ? അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് എങ്ങനെയാണ് നീ പ്രതീക്ഷിക്കുന്നത്? ഇത് ഞാൻ ചോദിക്കാൻ 90 രൂപ. 90 രൂപയാണ്. 2002 ഒറിജിനൽ കേരള. 2002 ഒറിജിനൽ കേരള. ഫുള്ള് ബുക്കും പേപ്പറും കാര്യങ്ങളും എല്ലാം ക്ലിയർ, എല്ലാം പക്ക. സെക്കൻഡ് ഓണറാണ് അവരെ നമ്മൾ എടുത്തത്. അപ്പോൾ വണ്ടി സ്റ്റോക്ക് അവർ ഒന്നും എക്സ്ട്രാ ഇല്ല. ഇതിനകത്ത് ഞാൻ ചെയ്യുന്നത് ഈ ക്രാഷ് കാർഡ് ഒറിജിനൽ വെച്ച് കൊടുക്കും. ഇപ്പോൾ ഇത് ഇങ്ങനെ ഈ തുരുമ്പുള്ള സാധനം ഇരിക്കുന്നത്. ഇത് ബൂട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഒന്നുകൂടെ വൃത്തിയാക്കി കൊടുക്കത്തേ ഉള്ളൂ. ഓക്കെ, ടയറൊക്കെ ഉണ്ടല്ലോ? ടയർ ഫ്രണ്ടും ബാക്കും സ്റ്റോക്കാണ്, ഒന്നും എക്സ്ട്രാ ആയിട്ടില്ല. എല്ലാം ഒറിജിനാലിറ്റി. ഓക്കെ, ചെയിൻ കവർ ഉൾപ്പെടെ പക്ക ഒറിജിനാലിറ്റി വണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിക്കൊക്കെ നമുക്ക് ഫിനാൻസോ കാര്യങ്ങളോ കിട്ടത്തില്ല? അപ്പോൾ റെഡി ക്യാഷ് തന്നെ നമുക്ക് തരണം. അല്ല, മാർവാടി ഫിനാൻസ് വല്ലതും ഉണ്ടോ? മാർവാടി ഫിനാൻസ് ഉണ്ട്. ഫിനാൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ പറയുന്നത് കുഴപ്പമില്ല. വീൽ CMI ഇപ്പം വെറും പരമ ചെട്ടികളായിട്ട് വന്നോണ്ടിരിക്കുക. വീൽ CMI കാരണം ഞാൻ അതാ ഫിനാൻസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറേ പേരുടെ അടുത്ത് ചോദിച്ചു, അവരെനിക്ക് പൈസ തരുന്നത് അവരെ കുറിച്ച് പൊക്കി പറയുന്നത്. ഞാൻ ഉള്ള കാര്യം ഓർമ്മണ്ടിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ മാസം തൊട്ട് അവർ ലോൺ ചെയ്യപ്പോൾ നിർത്തി. അപ്പോൾ എനിക്ക് കഴിഞ്ഞ മാസം 17 വണ്ടിയാണ് പെൻഡിങ് ആയത്. എനിക്ക് വണ്ടികൾ പോയില്ല. അതിൽ 4 വണ്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ കൊടുത്ത അഡ്വാൻസ് തിരിച്ചു കൊടുക്കേണ്ടി വന്നു, ബുള്ളറ്റ് ഉൾപ്പെടെ. കാരണം ഇപ്പം 2 മാസം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കൊല്ലത്ത് 468 ലോൺ എടുത്തതിൽ 130 രൂപ ലോൺ അടച്ചുള്ളൂ. അവരെ കുറ്റം പറയാൻ പറ്റില്ല, 2 ദിവസം ലോക്ക്ഡൗൺ ആയിരുന്നു. അപ്പോൾ ആർക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല, ഫീസ് അടയ്ക്കാൻ പറ്റിയില്ല, അവർക്ക് പൈസയും വന്നില്ല, കഴിഞ്ഞ ദിവസം ലോൺ ചെയ്തില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ വില ഇതാ 90 അല്ലേ? അതൊന്നും പറഞ്ഞുതരാം. പിന്നെ ഇപ്പോൾ ലോൺ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കി. നേരത്തെ നമ്മൾ 1 ലക്ഷം രൂപ ലോൺ ചെയ്യുമായിരുന്നു വലിയ വണ്ടിക്ക്. ഇപ്പോൾ മാക്സിമം 75 ആക്കി കുറച്ച്. സാലറിയുടെ കസ്റ്റമേഴ്സിന് മാത്രമേ ഇപ്പോൾ മാക്സിമം കൊണ്ട് കയറും. മറ്റേ എല്ലാവർക്കും ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇനി തൊട്ട് വാടക വീട് ചെയ്യത്തില്ല കുറച്ച് നാളത്തേക്ക്. അതായത് സ്ട്രിക്റ്റ് ആക്കി.
പേപ്പറിൽ നല്ലൊരു ജോലിയും കൂലിയും ഇല്ലാത്തതിന് വണ്ടി എടുക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണെന്നാണ് നീ പറഞ്ഞു വരുന്നത്. അങ്ങനെയല്ല, പ്രൈവറ്റ് ജോലി നമ്മളെ പോലുള്ളവർക്ക് വണ്ടി എടുക്കാൻ പറ്റത്തില്ല. അല്ല സാറേ, പ്രൈവറ്റ് ജോലി അവൻ്റെ അക്കൗണ്ടിൽ പൈസ കയറണം. പൈസ അല്ല, വലിയ ജോലിയാണ്, പ്രൈവറ്റ് ജോലി ഏതായാലും മതി, പക്ഷേ അക്കൗണ്ടിൽ 10 ഞങ്ങളെ തളർത്താൻ നോക്കണ്ട, ഞങ്ങളെ അക്കൗണ്ടിലും പൈസ വരൂടാ മുതലാളിമാരെ. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടി. അപ്പോൾ അതെത്രയായിരുന്നു പ്രൈസ് പറഞ്ഞാൽ? അത് 90 രൂപ. 90 രൂപ അല്ലേ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് കാണിച്ചതാണ് ഈ വണ്ടി. ഇത് അഡ്വാൻസ് ആയി. ഇത് കുവൈറ്റിലുള്ള ആളാണ് അഡ്വാൻസ് വന്നേക്കുന്നത്. ഓക്കെ, പുള്ളി ഫരണിക്ക് അപ്പുറത്തുള്ള ആളാ, താമരക്കുളം. ഇത് ഏതാ മോഡൽ? ഏതാ അന്ന് നമ്മൾ കാണിച്ചില്ലേ? 87 മോഡൽ. ഇതിപ്പോൾ എത്ര രൂപയ്ക്കാ പോയ? എത്ര രൂപയ്ക്കാ? ഇത് 75 ടെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട്, ടെസ്റ്റ് ചെയ്ത് ഫുള്ള് ബുക്കും പേപ്പറും എല്ലാം ക്ലിയർ ആക്കിയിട്ട് 75,000 രൂപയ്ക്ക് ഇത് സെയിൽ. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ടയർ മാറിയിട്ട് സ്റ്റോക്ക് ടയർ ഇട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സൈലൻസ് ഉൾപ്പെടെ മാറും. അല്ല, ഈ ടെസ്റ്റ് ചെയ്യുന്ന പോകുമ്പോഴത്തേക്ക് സ്റ്റോക്ക് ടയർ, ഈ ടയറൊക്കെ നോക്കുമായിരുന്നു. ഇത് 14 ടയർ, ഇതല്ല സ്റ്റോക്ക് ടയർ. മറ്റേ ടയറിന്റെ ഇഞ്ചൊക്കെ MBD ചെക്ക് ചെയ്യും. എല്ലാം ചെയ്യും. ഓഹോ, മാത്രമേ ചെയ്യത്തുള്ളൂ. സൈലൻസ് എല്ലാം ഫുൾ നമ്മൾ പ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന. വണ്ടി പക്കയായിട്ട് കൊടുക്കുന്നത്. പക്കയാക്കിയിട്ട് ഇനി അപ്പോൾ ഫുള്ള് പണി എടുത്തിട്ടേ കൊടുക്കത്തുള്ളൂ. ഈ കണ്ടീഷനിലെല്ലാം വണ്ടി കൊടുക്കുന്നത്. അല്ല, വണ്ടി നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. എഞ്ചിൻ സൈഡല്ലോ ഓക്കെ, ഒന്നുകൂടെ വൃത്തിയാക്കാം, മേളം വരുത്താനുണ്ട്. ഇതിപ്പം നമുക്ക് അഡ്വാൻസ് ആയില്ല വണ്ടി? ഇത് അഡ്വാൻസ് ആയി. 25,000 അഡ്വാൻസ് ഇട്ട് വന്നു. അടുത്ത മാസം ടെസ്റ്റ് ഇല്ല. ഇനിയിപ്പോൾ തൊട്ടടുത്ത വണ്ടി ഏതാ? നമുക്ക് പെട്ടെന്ന് അങ്ങ് പറഞ്ഞങ്ങ് നിർത്താൻ. കാര്യം എന്ന് പറഞ്ഞാൽ ഈ എപ്പിസോഡ് ഒരുപാട് നീട്ടമായി. 10-20 കിലോമീറ്റർ. നീ വണ്ടി ഇറക്കണമെന്നില്ല, നമുക്ക് അവിടെ വെച്ച് തന്നെ പറഞ്ഞാൽ മതി. സ്റ്റാർട്ട് ആക്കണ്ട, ഒന്നും ആവശ്യമില്ല. നീ വേണമെന്ന് കയറിയത് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോ. നിൻ്റെ ഒരു മനസ്സ് തൃപ്തിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തോ. കണ്ടോ, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഷോറൂമിൽ എല്ലാ വണ്ടി ഇങ്ങനെ ഇതേപോലെ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാനുള്ള ഒരു കോൺഫിഡൻറ്റ് ആർക്കെങ്കിലും കാണുമോ? അത് കുഴപ്പമില്ല. ഓക്കെ, സ്റ്റാർട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് എഞ്ചിൻ്റെ സൗണ്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കേട്ടോ. ഇത് മിക്കവാറും 2 എപ്പിസോഡാവുമെന്നാണ് തോന്നുന്നത്. ഓക്കെ സാറിനെ ഓക്കെ, നീ അതിൻ്റെ അകത്ത് ഇരുന്ന് ഓഫ് ചെയ്തോ, വണ്ടി ഓഫ് ചെയ്തോ. അത് തന്നെ, വണ്ടി ഓഫ് ചെയ്തോ. ഇനി അവിടെ ഇരുന്ന് തന്നെ നീ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞോ. വണ്ടിക്ക് അത് ഇരുന്ന് തന്നെ കുഴപ്പമില്ല. 89 മോഡൽ വണ്ടി റീടെസ്റ്റ് കഴിഞ്ഞ് ഇനി അടുത്തത് 23 വരുന്നത്. ഫുൾ അവർ റീസ്റ്റോർ ചെയ്തതാണ്. A to Z പാർട്സ് പുതിയതാണ്. 62,000 രൂപയ്ക്ക് വണ്ടി പണിഞ്ഞിറക്കിയത്. 62,000 രൂപ വിത്ത് ബില്ല്, വീഡിയോ ഉൾപ്പെടെ ഉണ്ട്. അപ്പം ഞാൻ എടുത്ത ഷൊർണൂർ പിന്നെ ഫ്രണ്ട് ഡിസ്കും കാര്യങ്ങളും എല്ലാം ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഡിസ്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാം സ്റ്റോക്കാണ്. ബാക്ക് ഡിസ്ക് വരത്തില്ല. പിന്നെ വണ്ടിക്കകത്ത് RX100 ഇൻഡിക്കേറ്റർ എക്സ്ട്രാ. അല്ല, നമ്മുടെ ഈ പിന്നെ യമഹയിൽ സാധാരണ ബാക്ക് ഡിസ്ക് ചെയ്യാറുണ്ടോ? സാധാരണ ചെയ്യുന്നവരുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഫ്രണ്ട് ഡിസ്ക് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മൾ പിടിച്ചെടുത്ത് കിട്ടുന്ന രീതിയിൽ വണ്ടി നിൽക്കും. അപ്പോൾ ഇതെങ്ങനെയാ സാറിനെ പ്രതീക്ഷിക്കുന്ന വിലയും കാര്യങ്ങളും ഒക്കെ? നമ്മൾ 90 ചോദിക്കുന്നത്. എത്ര? 90,000 രൂപ. ബുക്കും പേപ്പറും എല്ലാം ഫുള്ള് ക്ലിയർ ആണ്? എല്ലാം ക്ലിയർ ആണ്. അപ്പോൾ ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ ഇയർ 89. അപ്പോൾ 90,000 രൂപയ്ക്ക് ഇത് കൊടുക്കും അല്ലേ? ചിലപ്പോൾ ഒരു 85-86 ഈ ആഴ്ചക്കാണെങ്കിൽ കൊടുക്കും. പൈസ റോൾ ചെയ്ത് വരുമല്ലോ. ഓക്കെ, അങ്ങനെ നടക്കണമല്ലോ. ഓക്കെ, ഓണമായിട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒന്നും ഇല്ലേ? സാധാരണ ഓണമായിട്ട് ഗീവ് അവേ ഒന്നുമില്ലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്? അല്ല, ഓണമായിട്ടെന്ന് പറഞ്ഞാലേ സാധാരണ ഇപ്പം ഒരാഴ്ച കൊണ്ട് നിയമം മാറിയപ്പോൾ എല്ലാവരും യമഹയ്ക്ക് വില കുറയ്ക്കുന്നുണ്ട്. നമ്മൾ നല്ല വിലക്ക് എപ്പോഴും കൊടുക്കുന്നത് നല്ല വിലക്ക്. അതുകൊണ്ട് പൊതുവെ നമ്മളെ വണ്ടിക്ക് വില കൂടുതലായിരിക്കും കേട്ടോ. അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച കാണിച്ചത്. ഇത് എത്രയായിരുന്നു? അതൊന്നുകൂടെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഇതാ ബേസ് മോഡൽ വണ്ടി 55 92 വീൽ എടുത്തിട്ടുണ്ട്. അലോയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വീൽ ഇടുക അല്ലേ? ചെയിൻ കവർ. ഇത് എത്ര പിന്നെ മോഡല്? 92 മോഡൽ. വില 2025 പേപ്പർ ഉണ്ട് ഈ വണ്ടിക്ക്. എത്ര വില പ്രതീക്ഷിക്കുന്നു? വില 55. അപ്പോൾ കൂട്ടത്തിലുള്ള ഏറ്റവും വില കുറഞ്ഞ വണ്ടിയല്ലേ? ഇപ്പം വീലും ടയർ മാറുമ്പോൾ 57 ആവും. കാരണം അത് 2,500 സെക്കൻഡ് ഹാൻഡ് വില കൊടുത്ത് ഞാൻ വാങ്ങിച്ചത്. കാരണം ഇത് ഫുള്ള് മാറി സ്റ്റോക്ക് ഇതിനൊക്കെ സ്റ്റോക്ക് ആക്കും വണ്ടി. ഇപ്പോൾ അലോയ് ആയതുകൊണ്ട് വണ്ടിക്ക് ഒരു ബോറുള്ളത്. ഇത് മാറ്റിയിട്ട് നമ്മൾ ഇതിട്ട് കൊടുക്കും. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് ഇനി അടുത്ത സമയം കളയണ്ട. വണ്ടിയൊക്കെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇനി അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി പരിചയപ്പെടാം. ലാസ്റ്റ് ആയിട്ടുള്ള വണ്ടിയല്ലേ ഇതല്ലേ? ലാസ്റ്റ് തീർന്നില്ലേ? യമഹ തീർന്നില്ലേ? യമഹയുടെ സെക്ഷൻസ് എല്ലാം തീർന്നില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ കുറേ സമയം നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം പോയി ഓരോ കാര്യങ്ങൾ സംസാരിച്ച് പോയതാണ്. അപ്പോൾ ലാസ്റ്റ് ആയിട്ടുള്ള യമഹ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും സാറിന് എങ്ങനെയാണ് പറ? 92 വണ്ടി. ഓക്കെ, ഈ വണ്ടി ഫുള്ള് പണിഞ്ഞിറക്കിയതായിരുന്നു, എഞ്ചിൻ സൈഡ് ഉൾപ്പെടെ. അപ്പോൾ ഇത് എടുത്തുകൊണ്ടുവന്ന പിള്ളേർ ട്രിവാൻഡ്രത്ത് ഓടിച്ചു വന്നപ്പോഴത്തേക്ക് 2T ഓയിലില്ല ഓടിച്ചുകൊണ്ട് വന്നു. 2T ഓയിലില്ല, അത് 2T ഓയിൽ ഒഴിക്കണം വണ്ടിക്ക്. അങ്ങനെ ഇത് പിടിച്ചായിരുന്നു. അപ്പോൾ ഫുള്ള് ഞാൻ പിന്നെ പണിഞ്ഞിറക്കിയതാണ്. സിലിണ്ടർ കിറ്റ് എഞ്ചിൻ പിടിച്ചല്ല, സിലിണ്ടർ കിറ്റ് കംപ്ലൈൻറ്റ് വരും. നമ്മളെല്ലാം മാറി വെച്ചേക്കുക. ഹെഡ് എല്ലാം മാറിയിട്ടുണ്ട്, കാർബറേറ്റർ എല്ലാം മാറി. ഇത് 135 ഫുൾ വെച്ചേക്കുന്നത്. ഇപ്പോൾ അതായത് അവന്മാർ ഓയിൽ ഒഴിക്കാതെ വന്നല്ലേ നീ പറഞ്ഞു? ഓയിൽ ഒഴിക്കാൻ വന്നാൽ ഇതിന് പ്രശ്നമുണ്ട്. എഞ്ചിൻ പണിഞ്ഞുകൊണ്ട് ഓയിൽ ഒഴിക്കാൻ ഓടിക്കൂടാ. അപ്പോൾ സാധാരണ 2 സ്ട്രോക്ക് എല്ലാവരും വണ്ടി എടുക്കുമ്പോഴത്തേക്ക് പെട്രോൾ ഒഴിക്കുമ്പോൾ ഓയിൽ ഒഴിക്കാറുണ്ടല്ലോ. ഒരു എണ്ണയ്ക്ക് ഒരു ഓയിൽ ഒഴിക്കത്തില്ല. 2 സ്ട്രോക്ക് ഒരു വണ്ടി ഓയിൽ ഒഴിക്കാൻ ഓടിക്കൂടാ. പിസ്റ്റൻ വർക്കാവുന്നില്ലേ? അതന്നെ, അത് എപ്പോഴും നമ്മൾ ഒഴിക്കുന്നതല്ലേ. പക്ഷേ അറിയാതെ ട്രിവാൻഡ്രത്ത് കൊല്ലം വരെ ഓയിൽ ഒഴിക്കാൻ. ഇത് ഉപയോഗിക്കുന്ന വയ്യന്മാരല്ലായിരുന്നു ഡെയിലി അതിലെടുത്ത്
ആദ്യമായിട്ട് എടുത്ത പയ്യന്മാർ, അവർക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ. ഇപ്പൊ ഇത് നോക്കിയാൽ ഇത് ഫുള്ള് നമ്മൾ 135 വെച്ചേക്കുന്നത്. വണ്ടി 100 ആണ്, പക്ഷേ 135 ആണ് ഹെഡ്, സിലിണ്ടർ അല്ല. ഓക്കെ. അപ്പോൾ സാറിന് എങ്ങനെ വണ്ടി ഞാൻ ചോദിക്കുന്നത് 75 രൂപ, നമുക്കൊരു 72 കിട്ടിയാൽ കൊടുക്കും. 72,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ വണ്ടി കൊടുക്കും. ബാക്കി ബുക്കും പേപ്പറും കാര്യങ്ങളും എല്ലാം പക്ക ക്ലിയർ ആണ്, നീറ്റ് ആയിട്ടുള്ളതാണ്, എല്ലാം ക്ലിയർ ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ യമഹ കാര്യങ്ങളെല്ലാം കാണിച്ചല്ലോ, ഒരുവിധം എല്ലാ വണ്ടികളുടെ വിലയും പറഞ്ഞല്ലോ. അപ്പോൾ ഈ വണ്ടി ഈ പറയുന്ന വണ്ടിയൊക്കെ ഒന്നും തന്നെ നമുക്ക് ഈ പറയുന്നത് പോലെ ഫിനാൻസ് സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, റെഡി ക്യാഷ് തന്നെ എടുക്കണം, കിട്ടത്തില്ല. അത് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, ആർക്കെങ്കിലും മാർവാടി സേട്ടുമാരെ പരിചയമുണ്ട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് തന്നാൽ ഒരുപാട് ആൾക്കാർ എനിക്ക് യമഹയ്ക്ക് ഫിനാൻസ് ഇട്ട് കൊടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. പഴയ ബുള്ളറ്റിന് അത് ചെയ്ത് കൊടുക്കാം. അല്ല, അഥവാ ഈ മാർവാടി സേട്ടുമാർ ഉദ്ദേശിക്കുന്ന അഥവാ പൈസ മാർവാടി കൊടുത്തില്ല, ഇടി വാങ്ങിച്ചു പൈസ വാങ്ങിക്കില്ലേ മാർവാടി? അല്ല, മാർവാടി വാങ്ങിച്ചോളല്ലോ, നമുക്ക് പ്രശ്നമില്ല, ഫിനാൻസ് കിട്ടും. അതൊക്കെ എറണാകുളമൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ കോഴിക്കോട് മലപ്പുറം ഉണ്ടായിരുന്നല്ലേ. അപ്പം കാര്യം എന്ന് പറഞ്ഞാൽ അതിന് ഫിനാൻസ് എല്ലാവർക്കും ആഗ്രഹങ്ങളല്ല, അപ്പോൾ അവരുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിനാൻസിന്റെ കാര്യമൊക്കെ പറയുന്നത്. വണ്ടിയുടെ ക്വാളിറ്റി വെച്ച് പഴയ വണ്ടിക്ക് ലോൺ ചെയ്യുന്നുണ്ട്, വർഷം നോക്കത്തില്ല. അപ്പോൾ പല സുഹൃത്തുക്കളും വിചാരിക്കും സരിനെന്താ ഈ ഫിനാൻസിൻ്റെ കാര്യമൊക്കെ ഭയങ്കര എടുത്ത് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഈ പറയുന്ന സരിനാണെന്നുണ്ടെങ്കിലും ഒരു വണ്ടി എടുക്കുമ്പോഴത്തേക്ക് ഫിനാൻസ് ഇല്ലാതെ റെഡി ക്യാഷ് എടുത്തു കൊടുക്കാൻ ഇല്ല, ആരെങ്കിലും ഇല്ല. അപ്പോൾ ഈ ചിലവർ ഫിനാൻസിനെതിരായിട്ടൊക്കെ സംസാരിക്കുന്നവരുണ്ട്. അങ്ങനത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു ഷോറൂം പോയി നമ്മൾ പുതിയ വണ്ടി എടുക്കുന്നതിന് 15,000 അല്ലെങ്കിൽ 20,000 കൊടുത്താൽ മതി. സെക്കൻഡ് ഹാൻഡ് വണ്ടി ആരും ലോൺ കൊടുക്കത്തില്ല. പക്ഷേ ഒരുത്തിന് ആഗ്രഹം കൊണ്ട് നല്ല വണ്ടി എടുക്കണം. അപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഇപ്പോൾ 1,00,000 രൂപ വണ്ടിയാണെങ്കിൽ അവർ 30,000 ഉണ്ടെങ്കിൽ ബാക്കി ലോൺ വണ്ടി ഇറക്കായിരുന്നു. അപ്പോൾ അവരൊരു ആഗ്രഹ സഫലീകരണവും നമുക്ക് സെയിൽ നടക്കും. ഓക്കെ, എൻ്റെ വരുമാന മാർഗ്ഗമായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് നിലച്ചിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി കത്തിയടി, അപ്പോൾ ഇനിയിപ്പോൾ കുറേ ഇനി വേറെ വണ്ടികളുണ്ട്. അപ്പോൾ ഇന്ന് കത്തിയടിച്ച് ഇന്നത്തെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ തീർത്ത്, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മുടെ കിടുക്കാച്ചി കുറേ ബുള്ളറ്റുകളും അടിപൊളി കിടിലം ബുള്ളറ്റുകളും അതേപോലെ തന്നെ സ്കൂട്ടേഴ്സും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ തീരെയാണ്. എനിക്ക് തോന്നുന്നത് 10-30 മിനിറ്റ് ആയെന്ന് തോന്നുന്നു. ഇതും ചിലപ്പം കട്ട് ചെയ്ത് 2 പാർട്ടാക്കി വേണ്ടി വരുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ തീരെയാണ്. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു. പറഞ്ഞോ. സ്ക്രാപ്പേജ് പോളിസി കുറിച്ച് ഇത് നമുക്ക് പറഞ്ഞേക്കാം. ദയവേതാരും പേടിക്കരുത്, കാരണം 2024 പോളിസി ഇംപ്ലിമെന്റ് ആവത്തുള്ളൂ. എല്ലാവരും ഇപ്പം തന്നെ പഴയ വണ്ടി കൊടുക്കുന്നുണ്ട്. 2027 ജൂൺ തൊട്ടേ പോളിസി ഇംപ്ലിമെന്റ് ആവത്തുള്ളൂ. അതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്, വണ്ടി കണ്ടീഷൻ ആണെങ്കിൽ പൊളിക്കേണ്ടി വരത്തില്ല. അപ്പോൾ നിങ്ങളൊരു പഴയ വണ്ടി ഉണ്ടെങ്കിൽ അത് കച്ചവടക്കാരൊന്നും വെറും പൊളി വില പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കാതിരിക്കും. അത്രേ ഉള്ളൂ. എന്നെ ബാധിക്കുന്നത് തുറന്നു പറഞ്ഞു. അതെ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരിന് ഇപ്പോൾ എടുക്കുന്ന സ്ഥലത്താണെങ്കിൽ സരും വന്നിട്ട് ഒരിക്കലും പറയത്തില്ല വണ്ടിയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ഡയലോഗ് അടിച്ച് വണ്ടി എടുക്കാറില്ല. സരി നല്ല വില കൊടുത്ത് തന്നെ എടുക്കുന്നത്. അതേപോലെ നിങ്ങളുടെ അടുത്തും കച്ചവടക്കാർ വന്നിട്ട് പൊളിക്കാൻ വെച്ചിരിക്കുന്ന ഇനി ഇതിന് വില കിട്ടത്തില്ല, 10,000-10,000 ഒക്കെ കിട്ടത്തോളൂ എന്ന് പറഞ്ഞ് വണ്ടി എടുക്കാവുന്നവരടുത്ത് വേണ്ട, ഞാൻ ഇവിടെ വീട്ടിൽ ചില്ലിട്ട് വെച്ചേക്കാമെന്നൊക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരെയാണ്. അപ്പോൾ ഓണം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഓണം കഴിഞ്ഞതിൻ്റെ ഒരു ഓണത്തിൻ്റെ ആ ഒരു വിഷയം കൂടെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. എല്ലാവർക്കും കഴിഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഓക്കെ, ബൈ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.